അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്താ ഇവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലാൻഡ് കൺട്രിയിലെ കോബ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയുള്ള കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളും വീടുകളൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിക് ഏറ്റവും അവസാനം പുറപ്പെട്ടത് ഇവിടെ നിന്നായിരുന്നു. അത് ഇവർ ടൂറിസ്റ്റ് നന്നായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് താനും. ഇവിടെ അടുത്ത് പോർട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ കപ്പലുകളും അതേപോലെ തന്നെ ബോട്ടുകളും അതിനോടനുസരിച്ചുള്ള പാക്കേജുകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ വന്ന സമയം എന്തായാലും നല്ല സമയമായിരുന്നു. ഇവിടെ മഴയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ നന്നായി തന്നെ കാണാൻ പറ്റി. ഈ പള്ളി ഇവിടുത്തെ പഴയൊരു പള്ളിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ സൈഡിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടന്ന് അടുത്തോട്ടിറങ്ങി ഈ വീടുകളിലേക്ക് മനോഹരത്തെ അടുത്തറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വ്യത്യസ്ത കളറുകൾ അടിച്ചുള്ള ചുമരുകളുള്ള ഒരു ഇടവഴി കൂടെ ഞങ്ങളങ്ങനെ താഴത്തോട്ടിറങ്ങി. കോബ് ടൂറിസ്റ്റിൻ്റെ മെയിൻ സംഭവം തന്നെ ഈ കളർ ചുമരുകളുള്ള വീടുകളും കടകളും ഒക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരുടെയും ഫോട്ടോകളിലും സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഐസൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക് ഈ പിക്ചേഴ്സിൽ. അങ്ങനെ കോബ് നഗരത്തിൻ്റെ യഥാർത്ഥ ഹൃദയഭാഗത്തേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ സമയത്ത്. ആളുകൾ പാട്ടുപാടിയും സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ കാശുണ്ടാക്കാനുള്ള എത്രപ്പാടിലുമൊക്കെയാണ്. എല്ലാവരും പല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസി ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ആ പഴയ പള്ളി അങ്ങോട്ട് കാണാം. കുറേ രാജ്യങ്ങളുടെ കൊടികൾക്കൊപ്പം ഇന്ത്യയുടെ കൊടിയും കൂടി കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി കേട്ടോ. അതേപോലെ തന്നെ ഒരു കൂറ്റൻ കപ്പൽ അവിടെ നങ്കൂരിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു ഐലാൻഡിലേക്ക് യാത്ര പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ തന്നെ അടുത്തുള്ള സ്പൈക്ക് ഐലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലാൻഡിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ബോട്ട് കയറാൻ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് നേരെ അപ്പുറത്ത് കാണുന്ന അതിലേക്കാണെന്നാണ്. പക്ഷേ അത് ചുറ്റിത്തിരിഞ്ഞ് പോകുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോയിരുന്നത്. അത്യാവശ്യം ആൾക്കാർ തന്നെ ഒരു ഐലാൻഡിലേക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിൽ നിന്നുകൊണ്ട് ഈ കോബിൻ്റെ ഫുൾ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ ബോട്ട് യാത്ര എടുത്തത് എന്തായാലും നന്നായെന്ന് എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു. കാരണം അത്രയും ദൂരത്ത് നിന്ന് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പിന്നെ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാ ബിൽഡിങ്ങുകളും നോക്കി എല്ലാ കളറും നോക്കി എല്ലാത്തിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ആ കടലിൽ കൂടെ അടുത്ത ഐലൻഡിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മെയിൻ ടൂറിസം ഇതും അതേപോലെ തന്നെ ഇതേപോലെ ഐലൻഡിലേക്കുള്ള ബോട്ട് ടൂറിസം അതൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ ഒരു വലിയ കപ്പൽ വന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സേഫ്റ്റി ചെക്സും സംഭവങ്ങളൊക്കെ നടത്തുന്നത് എനിക്ക് അവിടെ നിന്ന് കാണാമായിരുന്നു. അപ്പോൾ ഈ കടലിൽ കൂടെയുള്ള യാത്രക്കിടയിൽ അതേപോലത്തെ വിൻഡ് മില്ല് വഴി ഉണ്ടായിരുന്നു. നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ തന്നെ ഇതെല്ലാം കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്പോട്ടായിട്ടുള്ള സ്പൈക്ക് ഐലാൻഡിലേക്ക് കാല് കുത്തിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടൊരു ഐലാൻഡിലേക്ക് കാല് കുത്തുന്നത്. അങ്ങനെ ബോട്ടിൽ വന്നിറങ്ങിയത് തന്നെ ഞാൻ ഈ ഐലാൻഡിൻ്റെ പിക്ക് കണ്ടു. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല, ജസ്റ്റ് സാഹചര്യം കൊണ്ട് ഇതിൽ കയറിപ്പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശരിക്കും ഒരു പാക്കേജ് ആയിട്ടായിരുന്നു. നമ്മുടെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത് അവരായിട്ടായിരുന്നു. അവർക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതേപോലെ തന്നെ അവിടുത്തെ ചരിത്രം പറഞ്ഞു തരാനും അതുപോലെ ഓരോ സ്ഥലങ്ങളും എന്താണെന്ന് കാണിക്കാനൊക്കെ ആയിട്ട് അവിടെ ഗൈഡുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം മെയിനായിട്ട് ജയിലായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൻ്റേതായ എല്ലാ സെക്യൂരിറ്റി സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ഐലൻഡ് എന്തിനാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കപ്പൽ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ വെക്കുന്നതിനായിട്ടും അതേപോലെ തന്നെ വേറൊരു ഐലൻഡ് വെടിമരുന്ന് ശേഖരിക്കുന്നതിനായിട്ടും അങ്ങനെ പല രീതിക്കാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നിയിരുന്നു എല്ലാ സംഭവങ്ങളെക്കുറിച്ചും. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ചരിത്രത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാനും പറ്റിയിരുന്നു. എന്തായാലും ആ സമയത്തൊന്നും അവിടെ ജനിക്കാഞ്ഞത് നന്നായെന്ന് പിന്നെ തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു. അവിടെ നേരെ തിരിച്ച് കോബിലേക്കുള്ള ഒരു ബോട്ട് യാത്രയാണ് ഈ കാണുന്നത്. അങ്ങനെ ബോട്ടിലെ യാത്ര മൊത്തം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ തിരിച്ച് നമ്മൾ കോബിൻ്റെ തീരത്തോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ സ്പൈക്ക് ഐലാൻഡിൻ്റെയും അതേപോലെ തന്നെ കോബിലെ ഭംഗിയും ആസ്വദിച്ചതിന് ശേഷം ആ കോബിൻ്റെ ഉള്ളിലത്തെ തന്നെയുള്ള ഈ പഴയ പള്ളിയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. നല്ല അടിപൊളിയായിട്ടായിരുന്നു ഈ പള്ളി പണി കഴിപ്പിച്ചിരുന്നത്. അവിടുത്തെ അൽത്താരയാണെങ്കിലും അതേപോലെ തന്നെ അവിടെ പറന്നു കിടക്കുന്ന പ്രാവുകളാണെങ്കിലും എല്ലാം ഇതിലൊരു ഭംഗി കൂട്ടാൻ സഹായിച്ചിരുന്നു. അപ്പോൾ കോബിലെ യാത്രാവിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ.
കോബ് എന്ന് പറയുന്ന ഈ സ്ഥലം കോർക്കിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ രാത്രി കാഴ്ചകൾ ഞങ്ങൾ കോർക്കിൽ ചിലവഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു യാത്രാ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.